1997 റോബർട്ട് വദ്രയും പ്രിയങ്കയുമായുള്ള വിവാഹം നടന്നത്. ആ സമയത്ത് വെറും 30 ലക്ഷം മാത്രമായിരുന്നു റോബർട്ട് വദ്രയുടെ ആസ്തി. എന്നാൽ ഇന്ന് റോബർട്ട് വദ്രയുടെ ആസ്തി $2.1 ബില്യൺ. വദ്രയുടെ ചരിത്രവും ഇതുവരെ ഉണ്ടാക്കിയ വിവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഗാന്ധി കുടുംബവുമായുള്ള വദ്രയുടെ ബന്ധവും അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ജീവിതത്തിലെ ചില ദുരൂഹതകൾ നിറഞ്ഞതുമാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പുതിയ വാദങ്ങൾ. ഹരിയാനയിലെ ശിഖോപൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വ്യവസായിയും പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവുമായ റോബർട്ട് വദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത സംഭവം ഇപ്പോൾ ദേശീയ തലത്തിൽ ചർച്ചയാണ്. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട 51 കോടിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ED നടപടി രാഷ്ട്രീയ വേട്ടയാടലാണ് എന്നാണ് പൊതുവെ ഉയരുന്ന വാദം. കുടുംബ പശ്ചാത്തലം മുതൽ ഗാന്ധി കുടുംബത്തിലേക്കുള്ള കടന്നുവരവ് ഉൾപ്പെടെ വദ്രയെ ദുരൂഹതയോടെയാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. വദ്രയുടെ കുടുംബത്തിൽ തുടരെ ഉണ്ടായ മരണങ്ങളും പിതാവുമായുള്ള ബന്ധം അവസാനിച്ചതും ഉൾപ്പെടെ വീണ്ടും സോഷ്യൽ മീഡിയ ചർച്ചയാക്കുന്നു. ഒരു വ്യവസായി എന്ന നിലയിൽ വദ്രയുടെ അതിവേഗമുള്ള വളർച്ചയാണ് മറ്റൊരു വിഷയം. പ്രിയങ്കയുമായി വിവാഹത്തിന് പിന്നാലെ 97 തന്നെ വദ്ര ആർടെക്സ് എന്ന പിച്ചള കരകൗശല വസ്തുക്കളും ഫാഷൻ ആക്സസറികളും കൈകാര്യം ചെയ്യുന്ന കമ്പനി തുടങ്ങി. പിന്നീട് ഹോസ്പിറ്റാലിറ്റിയിലും റിയൽ എസ്റ്റേറ്റിലും അദ്ദേഹം കടന്നു. 2007 സ്കൈലൈറ്റ് റിയാലിറ്റി നോർത്ത് ഇന്ത്യ IT പാർക്ക്, സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി, റിയൽ എർത്ത് എസ്റ്റേറ്റ്സ്, എയർക്രാഫ്റ്റ് ചാർട്ടർ സ്ഥാപനമായ ബ്ലൂ ബ്രീസ് ട്രേഡിംഗ് എന്നിവ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. DLFന്റെ വളർച്ച അതിവേഗമായിരുന്നു. ഇക്കാലത്ത് 80 കോടി രൂപ വായ്പാ പലിശയില്ലാതെ അദ്ദേഹത്തിന്റെ കമ്പനികൾ നേടിയെടുത്തിരുന്നുവെന്നും വിമർശകർ പറയുന്നു. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരിന്റെ കാലത്ത് പെട്രോളിയം ഇടപാടിൽ വദ്രയ്ക്കും വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിരുന്നു എന്നതാണ് മറ്റൊരു ആരോപണം. ഇക്കാലത്ത് ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലെയും സുരക്ഷാ പരിശോധനകളിൽ നിന്നും വദ്രയെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നുവെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. 1997 പ്രിയങ്കയുമായുള്ള വിവാഹ സമയത്ത് വെറും 30 ലക്ഷം മാത്രം ആസ്തി ഉണ്ടായിരുന്ന റോബർട്ട് വദ്രയുടെ ഇന്നത്തെ ആസ്തി എങ്ങനെ $2.1 ബില്യൺ ആയി എന്നതാണ് മറ്റൊരു ചോദ്യം. അതേസമയം 17 വർഷം പഴക്കമുള്ള കേസിൽ ED പുതിയ ഇടപെടലുകൾ നടത്തുമുള്ളത് രാഷ്ട്രീയ സാമ്പത്തിക രംഗങ്ങളിൽ ചൂടേറെ ചർച്ചയാകുന്നു. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടത് 2ാം തവണയാണ് EDയുടെ ചോദ്യം ചെയ്യൽ. ഏറെക്കാലമായി ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഹരിയാനയിൽ BJP കോൺഗ്രസിനെതിരെ പ്രചരണായുധമാക്കുന്നതാണ് വദ്രയ്ക്കെതിരായ കേസ്. ഇത്തവണയും രാഷ്ട്രീയ ലക്ഷ്യമാണ് BJPക്ക് ഉള്ളത് എന്നതാണ് വദ്രയുടെ പ്രതികരണം. റോബർട്ട് വദ്രയുടെ കമ്പനിയായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റിയും റിയൽ എസ്റ്റേറ്റ് വമ്പന്മാരായ DLFും ചേർന്ന് നടത്തിയ ഇടപാടാണ് നിയമക്കുരുക്കിൽ തുടരുന്നത്. 2007 വദ്ര ഈ കമ്പനി ആരംഭിച്ചത്. 1 ലക്ഷം രൂപയായിരുന്നു മൂലധനം. 2008 ഗുരുഗ്രാമിലെ മനേസർ സിക്കോപൂരിൽ കമ്പനി 3.5 ഏക്കർ സ്ഥലം വാങ്ങി. ഓങ്കാരേശ്വർ പ്രോപ്പർട്ടീസ് എന്ന കമ്പനിയുമായി 7.5 കോടി രൂപയ്ക്കായിരുന്നു ആ ഇടപാട്. ഭൂമി വദ്രയുടെ കമ്പനിയുടെ പേരിൽ 24 മണിക്കൂറിനുള്ളിലാണ് രജിസ്റ്റർ ചെയ്തത്. സാധാരണ 1 മാസം എടുക്കുന്ന നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിയതിൽ ക്രമക്കേടുകൾ ആരോപിച്ച് BJP രംഗത്ത് വന്നിരുന്നു. 1 മാസത്തിന് ശേഷം ഹരിയാനയിലെ കോൺഗ്രസ് സർക്കാർ വദ്രയുടെ കമ്പനിക്ക് ഈ ഭൂമിയിൽ ഹൗസിംഗ് പ്രോജക്ടിന് അനുമതി നൽകി. ഇതോടെ ഇവിടെ സ്ഥലത്തിന്റെ വില കുതിച്ചുവരികയായിരുന്നു. 1 വർഷത്തിന് ശേഷമാണ് DLFുമായുള്ള ഇടപാട് തുടങ്ങുന്നത്. വദ്രയുടെ ഭൂമി 58 കോടി രൂപയ്ക്ക് DLF വാങ്ങിയതോടെയാണ് രാഷ്ട്രീയ അസ്വസ്ഥതകൾ തുടങ്ങിയത്. വദ്ര സ്ഥലം വാങ്ങിയ വിലയേക്കാൾ 700% ഉയർന്ന നിരക്കിലായിരുന്നു ആ ഇടപാട്. സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റിക്ക് ഇൻസ്റ്റാൾമെന്റുകളായി DLF പണം നൽകുകയും 2012 ഭൂമി കൈമാറുകയും ചെയ്തു. DLFുമായുള്ള ഇടപാട് റദ്ദാക്കിക്കൊണ്ട് ഹരിയാന രജിസ്ട്രേഷൻ IG അശോക് കെംക എടുത്ത തീരുമാനമാണ് വർഷങ്ങൾ നീണ്ട നിയമക്കുരുക്കിന്റെ തുടക്കം. ഹരിയാനയെ കോൺഗ്രസ് ഭരിക്കുമ്പോഴായിരുന്നു IGയുടെ വിമത നീക്കം. ഉടനെ അശോക് കെംകയെ സർക്കാർ സ്ഥലം മാറ്റി എങ്കിലും പദവിയിൽ നിന്ന് മാറുന്നതിന് മുൻപ് തന്നെ വദ്രയുടെ കമ്പനിക്കെതിരായ റിപ്പോർട്ട് കെംക സമർപ്പിച്ചിരുന്നു. സ്കൈലൈറ്റ് കമ്പനിയുടെ ഭൂമി രജിസ്ട്രേഷൻ തുടക്കം മുതൽ നിയമവിധേയമല്ല എന്നായിരുന്നു റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. രേഖകളിൽ ഒപ്പുവെച്ച അസിസ്റ്റന്റ് കൺസോൾട്ടേഷൻ ഓഫീസർക്ക് അതിനുള്ള അധികാരമില്ലായിരുന്നു എന്നതാണ് മറ്റൊരു കണ്ടെത്തൽ. കൺസോൾട്ടേഷൻ ഓഫീസറുടെ അനുമതിയില്ലാതെ ഭൂമിയുടെ കൈമാറ്റം സാധ്യമല്ല എന്നും റിപ്പോർട്ടിൽ പറഞ്ഞു. സംഭവം വിവാദമായതോടെ ഹരിയാന സർക്കാർ 3 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് പരിശോധനയ്ക്ക് ഉത്തരവിട്ടു. 2013 ഏപ്രിലിൽ ഈ സമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വദ്രയുടെ കമ്പനിക്കും DLFനും സർക്കാർ ക്ലീൻ ചിറ്റ് നൽകി. അശോക് കെംക സ്വന്തം അധികാര പരിധിക്ക് പുറത്തുനിന്നാണ് പ്രവർത്തിച്ചതെന്നും സർക്കാർ കുറ്റപ്പെടുത്തി. എന്നാൽ 2014 സംസ്ഥാനത്ത് BJP അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് ഈ കേസിൽ ജസ്റ്റിസ് ദിൻക്ര കമ്മീഷനെ നിയമിക്കുകയാണ്. കമ്മീഷൻ 182 പേജുള്ള റിപ്പോർട്ട് സർക്കാരിന് നൽകിയെങ്കിലും അത് പുറത്തു വന്നില്ല. ദിൻക്ര കമ്മീഷനെ നിയമിച്ച സർക്കാർ നടപടിയെ ചോദ്യം ചെയ്ത് കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപേന്ദ്ര സിംഗ് ഹൂഡ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പോഴും ദിൻക്ര കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാണ് BJP സർക്കാർ കോടതിയോട് ആവശ്യപ്പെട്ടത്. അതേസമയം DLF ഭൂമി ഇടപാടിൽ ഹുഡയ്ക്കും പങ്കുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. 2018 ഹരിയാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ റോബർട്ട് വദ്ര, DLF, ഓങ്കാരേശ്വർ പ്രോപ്പർട്ടീസ് എന്നിവർക്കൊപ്പം ഹുഡയും പ്രതി ചേർക്കപ്പെട്ടു. ഗൂഢാലോചന, വഞ്ചന, അഴിമതി തുടങ്ങിയ കുറ്റങ്ങളാണ് ആരോപിക്കപ്പെട്ടത്. ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ കോൺഗ്രസ് പരമാവധി ശ്രമിച്ചെങ്കിലും വദ്രയ്ക്കും ഹുഡയ്ക്കും നിയമക്കുരുക്ക് മുറുകിയിരുന്നു. വിവാദ ഭൂമി ഇപ്പോൾ DLFന്റെ പേരിൽ കാണുന്നില്ല എന്നും ഇത് ഹരിയാന സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പേരിലാണ് എന്നുമാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഇതോടെ ഭൂമി ഇടപാട് കൂടുതൽ
സങ്കീർണമായി മാറുകയാണ്. ഇതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രംഗപ്രവേശം. ഭൂമി ഇടപാടിലെ സാമ്പത്തിക കൈമാറ്റങ്ങളാണ് ED അന്വേഷിക്കുന്നത്. തനിക്കും പ്രിയങ്കയ്ക്കും രാഹുലിനുമെതിരായ BJPയുടെ രാഷ്ട്രീയ നീക്കം മാത്രമാണിതെന്നാണ് റോബർട്ട് വദ്ര കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.